നമസ്കാരം. പ്രിയമുള്ള പ്രേക്ഷകരെ, ബഹുമാനപ്പെട്ട കേരള ചടങ്ങര ഗ്രാമപഞ്ചായത്ത് ശ്രീ എം വി രാജേഷ് അവർ നൽകുന്ന നിർദ്ദേശം ഇപ്പോൾ നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. ചടങ്ങുകൾ കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. അതിൻ്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവുമായ സ്വാഗതം. തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളെ, ബഹുമാന്യരെ, പേരുടെ ഈ വികസന സദസ്സ് കേരളത്തിലെ പുതിയ ജനപങ്കാളിത്തത്തോടെയുള്ള വികസന സംസ്കാരത്തിന്റെ തുടർച്ചയാണ്. ഈ വികസന സദസ്സിലൂടെ കേരളത്തിലെ 1034 തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനങ്ങൾ ഒത്തുചേർന്നു. കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കഴിഞ്ഞ 2 സർക്കാരുകൾക്ക് കീഴിൽ കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് പ്രാദേശിക ഭരണത്തിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലും ഉണ്ടായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള മാറ്റം എന്താണ് എന്ന് വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വേദിയാണ് ഈ വികസന സദസ്സുകൾ എന്നത്. കേരളം എല്ലാ കാലത്തും അധികാര കേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ, ജനപങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയാണ്. ലോകം ഇക്കാര്യത്തിൽ കേരളത്തെ പഠിച്ചത്, കേരളത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ അധികാര കേന്ദ്രീകരണത്തിന്റെ മാതൃകയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം മുന്നോട്ട് പോകുന്നത്. അധികാര കേന്ദ്രീകരണ മാതൃകയെ കാലാനുസൃതമായി നവീകരിച്ചുകൊണ്ട് സർഗാത്മകമാക്കിക്കൊണ്ടുമാണ് ഈ ശക്തിപ്പെടുത്തൽ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മൂലം പൊതുവിൽ സംസ്ഥാനങ്ങളാകെ കേരളം പ്രത്യേകിച്ച് കടുത്ത സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് GST നടപ്പായതിനു ശേഷം സംസ്ഥാനങ്ങൾക്ക് വരുമാനം കണ്ടെത്താനുള്ള എല്ലാ സ്രോതസ്സുകളും കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ ദയാദാക്ഷിണ്യത്തിന് മാത്രം വിധേയമായി തീരുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ട സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കേരളത്തിലെ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിൽ കുറവ് വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഈ പ്രതിസന്ധിയുടെ കാലത്തും അധികാര കേന്ദ്രീകരണത്തോട് വ്യക്തമാണ്. കഴിഞ്ഞ 2 സർക്കാരുകളുടെ കാലത്ത് 6ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് അംഗീകരിച്ച ശേഷം അതിന് ശുപാർശ പ്രകാരം ഓരോ വർഷവും വികസന ഫണ്ട് 0.5% വീതം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. 21% നിന്ന് ഇപ്പോൾ 29%-ലധികമായി 24-25 വിഹിതത്തിന്റെ കണക്കെടുക്കുമ്പോൾ 29%-ലധികമാണ് വർദ്ധിപ്പിച്ചത്. കേരള വികസന മാതൃകയെ കാലാനുസൃതമായി നവീകരിക്കുന്നതിന്റെ പേരാണ് നവകേരളം എന്നത്. ആ നവകേരളം എന്ന ആശയത്തിലൂന്നി ഇന്ന് കേരളത്തിലെ പുതുതലമുറ വികസന പ്രശ്നങ്ങളെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് അധികാരത്തിൽ നിൽക്കുന്ന LDF സർക്കാരുകൾ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് അതിദാരിദ്ര്യമാണ്. കേരള വികസന മാതൃകയുടെ തന്നെ നേട്ടമാണ് ദാരിദ്ര്യം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറിയത്. 2021 0.71% മാത്രമായിരുന്നു ജനസംഖ്യയിൽ അതിദരിദ്രരുടെ എണ്ണം. അനുഭവം ഒരുപക്ഷെ ഒരു സർക്കാരിന് വേണമെങ്കിൽ അവഗണിക്കാവുന്ന, കണ്ണടയ്ക്കാവുന്ന നാമമാത്രമായ ആളുകൾ മാത്രം ഉൾപ്പെട്ട ഒരു പ്രശ്നം എന്ന നിലയിൽ അവഗണിക്കാവുന്ന ഒന്നായിരുന്നു. പക്ഷേ 2021 ഈ ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗമെടുത്ത 1ാമത്തെ തീരുമാനം എണ്ണത്തിൽ വളരെ കുറഞ്ഞ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട അതിദരിദ്രരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ആരാണ് സർക്കാരിന്റെ മുൻഗണനയിൽ വരുന്നത് എന്ന് അത് വ്യക്തമാണ്. മുൻഗണന, പ്രതിബദ്ധത ആരുടെ കാര്യത്തിലാണ് എന്ന് നിസ്സംശയം വ്യക്തമാക്കിയ കാര്യമാണ്. മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത്, വഴിയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന
മനുഷ്യന്റെ കണ്ണീരായിരിക്കണം ഏത് നയവും ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതൊക്കെ അത് അക്ഷരം പ്രതി ഈ സർക്കാർ പാലിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കേരളം പ്രഖ്യാപിച്ചു. വിപുലമായ സർവേയിലൂടെ 64,006 കുടുംബങ്ങളെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി ഓരോരുത്തരുടെയും അതിദാരിദ്ര്യത്തിന്റെ ഇടയാക്കിയ ഘടകങ്ങൾ നിർണ്ണയിച്ചു. അവ ഓരോന്നും പരിഹരിക്കാൻ വേണ്ടി ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാനുകൾ സൂക്ഷ്മ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടായി അത് നടപ്പാക്കി. ഇപ്പോൾ അന്തിമഘട്ടത്തിൽ വിജയത്തിന്റെ തൊട്ടടുത്തൊരു ചുവടുകൂടി വെച്ചാൽ ആ ലക്ഷ്യം കൈവരിക്കുന്ന നിലയിലെത്തി. 64,006 കുടുംബങ്ങളിൽ 93% കുടുംബങ്ങളെ ഇതിനകം നമുക്ക് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. നവംബർ 1 100% കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മാത്രമല്ല, ലോകത്ത് ചൈനയ്ക്ക് ശേഷം ആദ്യത്തെ പ്രദേശമായി കേരളം മാറുകയാണ്. ആ നേട്ടത്തിന് ഇനി 1.5 മാസം മാത്രമേ അവശേഷിക്കൂ. അതുപോലെ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാലിന്യ സംസ്കരണത്തിന്റെ മാലിന്യ പരിപാലനത്തിന്റെ. നാം വേണ്ടത്ര പുരോഗതി കൈവരിക്കാതിരുന്ന ഒരു മേഖല അതായിരുന്നു. മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സർക്കാർ ആ പ്രശ്നത്തെ ധീരമായി തന്നെ പ്രശ്നപ്പെടുത്തി. ബ്രഹ്മപുരത്തിന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യമല 110 ഏക്കറിൽ 9 ലക്ഷം മെട്രിക് ടൺ മാലിന്യം കുമിഞ്ഞുകൂടിയ ആ പ്രദേശം ഇന്ന് എങ്ങനെ പൂങ്കാവനമായി മാറി. ഒരിക്കൽ തീപിടുത്തമുണ്ടായി, 2 ആഴ്ചയോളം തീ നിന്ന് കത്തി ഉച്ചി മുഴുവൻ വിഷപ്പുക നിറഞ്ഞ ആ അവസ്ഥയ്ക്കുണ്ടായ മാറ്റം, അതിന് അക്ഷരാർത്ഥത്തിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ശലഭങ്ങളും പക്ഷികളും തിരിച്ചു വന്ന പൂങ്കാവനമായിട്ട് എങ്ങനെ മാറിയത്, കേരളമാകെ എങ്ങനെ മാറിയതിൻ്റെ ഒരു സാക്ഷ്യമാണ് നേർച്ചയാണ്. മാറ്റം ബ്രഹ്മപുരത്ത് ഒതുങ്ങി നിന്നില്ല, കൊച്ചിയിലും ഒതുങ്ങി നിന്നില്ല, കേരളം മുഴുവനുണ്ടായി. ഹരിതകർമ്മസേന കേരളത്തിന്റെ ശുചിത്വ സൈന്യമായിട്ട് മാറി. 37,243 ഹരിതകർമ്മസേനാംഗങ്ങൾ ഇന്ന് കേരളത്തിലെ 98% വീടുകളിൽ നിന്നും കടകളിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നുണ്ട്. ഈ നേട്ടത്തിന് കാരണം ഇന്നതൊരു ദേശീയ മാതൃകയായി. മറ്റ് സംസ്ഥാനങ്ങൾ ഹരിതകർമ്മസേനയുടെ മാതൃക ഇവിടെ വന്ന് പഠിക്കുന്നു, അവിടെ പകർത്താൻ ശ്രമിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ എക്കണോമിക് സർവേയിൽ, പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ ഹരിതകർമ്മസേനയെ കുറിച്ച് പ്രത്യേകമായി ഒരു പേജ് പരാമർശം തന്നെ ഉണ്ടാകും. കേരളത്തിന്റെ മാലിന്യമുക്ത കേരളത്തെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ പകർത്തുന്നു. നമ്മുടെ ക്ലീൻ കേരള കമ്പനിയുടെ മാതൃകയിൽ തമിഴ്നാട് കമ്പനി രൂപീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം 1,52,000 ടൺ മാലിന്യമാണ് ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ചത്. 2 വർഷം മുമ്പ് 47,000 ടണ്ണായി എന്ന് പറയുമ്പോൾ 2 ഇരട്ടിയായി ഈ 2 വർഷം കൊണ്ട് മാലിന്യ ശേഖരണം വർദ്ധിച്ചു. ഇതുണ്ടായിരുന്നില്ലെങ്കിൽ ഈ 1.5 ലക്ഷം ടൺ മാലിന്യം നമ്മുടെ പാടത്തും പറമ്പിലും തോട്ടിലും വഴിവക്കിലും വലിച്ചെറിയപ്പെടുമായിരുന്നു. കേരളത്തിന്റെ ജീവിതം ദുസ്സഹമായി മാറുമായിരുന്നു. കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് മാലിന്യം നീക്കിയ സ്ഥലത്ത് 150 ടൺ ജൈവമാലിന്യം പ്രതിദിനം സംസ്കരിക്കാൻ ശേഷിയുള്ള കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ഏതാണ്ട് 93 കോടി രൂപ ചെലവിൽ റെക്കോർഡ് വേഗത്തിൽ പണി പൂർത്തിയായി അതിന് ട്രയൽ റൺ വിജയകരമായി നടക്കുന്നു. കൊച്ചി മാതൃകയിൽ പാലക്കാട്ടുടൻ സമാനമായ കാര്യം പൂർത്തിയാവാറുണ്ട്. അതിന് പുറമെ കോഴിക്കോട്, തൃശൂർ, കൊല്ലം, ചങ്ങനാശ്ശേരി, തിരുവനന്തപുരം തുടങ്ങിയ 5 നഗരങ്ങളിൽ കൂടി വലിയ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉറവിട മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി വിജയകരമായി നടപ്പാക്കുന്നവർക്ക് വസ്തുനികുതിയിൽ 5% ഇളവ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്ത 3 മാസത്തിനുള്ളിൽ കേരളത്തിൽ റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത മുഴുവൻ മാലിന്യവും സിമന്റ് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന RDF എന്ന ഇന്ധനമാക്കി മാറ്റാനുള്ള പ്ലാന്റുകൾ നിലവിൽ വരും 3 മാസത്തിനുള്ളിൽ. അതോടെ കേരളത്തിലെ റിജക്ട് മാലിന്യം പൂർണ്ണമായിട്ട് നമുക്ക് സംസ്കരിക്കാൻ പരിപാലിക്കാൻ കഴിയും. അടുത്ത 5 മാസത്തിനുള്ളിൽ കേരളത്തിലുണ്ടാകുന്ന എല്ലാ സാനിറ്ററി മാലിന്യവും, സാനിറ്ററി നാപ്കിനുകൾ, ഡയപ്പറുകൾ ഇവയെല്ലാം സംസ്കരിക്കാൻ ആവശ്യമായ പ്ലാന്റുകൾ അക്കാര്യത്തിലും കേരളത്തിൽ നമ്മുടെ 5 മാസത്തിനുള്ളിൽ സാധ്യമാണ്. 25 വലിയ മാലിന്യ മലകൾ പൂർണ്ണമായും കേരളം നീക്കം ചെയ്തു കഴിഞ്ഞു. ബാക്കി അവശേഷിക്കുന്നിടത്ത് നീക്കം ചെയ്യുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത 1.5 വർഷത്തിനുള്ളിൽ ഡം സൈറ്റുകളില്ലാത്ത, മാലിന്യ മലകളില്ലാത്ത ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമായിട്ട്
മാറാൻ പോവുകയാണ്. അതുപോലെ തദ്ദേശ സേവനങ്ങളുടെ കാര്യക്ഷമത, വേഗത, സുതാര്യത ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ ഡിജിറ്റൽ ഭരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തും. അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് കെ-സ്മാർട്ട് എന്ന ഏകീകൃത സോഫ്റ്റ്വെയർ. അതോടൊപ്പം കെ-സ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നാം കൊണ്ടുവരികയുണ്ടായി. ഇന്ന് കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനത്തിൻ്റെയും ഏതൊരു സേവനവും വിരൽത്തുമ്പിൽ ലഭ്യമാണ്. ലോകത്തെവിടെയുള്ളത് നേടാം. ബർത്ത് സർട്ടിഫിക്കറ്റ് ആവട്ടെ, ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവട്ടെ, വിവാഹ രജിസ്ട്രേഷൻ ആവട്ടെ, ലൈസൻസ് കരസ്ഥമാക്കലാവട്ടെ, നികുതി അടയ്ക്കുന്നതാവട്ടെ, ഏത് കാര്യം ആ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും ലോകത്തെവിടെയുള്ളത് ചെയ്യാൻ. ഒരുപക്ഷെ അത് പൂർണ്ണമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന നില നമ്മൾ കാണിച്ച, പക്ഷേ അടുത്ത ഒരു 1-2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിലും ഒരാൾ നേരിട്ട് പോകാതെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കെ-സ്മാർട്ട് മുഖേന മാത്രം കാര്യങ്ങൾ നിർവഹിക്കുന്ന നില വരും. നിസ്സംശയം കാര്യം പറയാം. കാരണം കേരളം ഡിജിറ്റൽ സാക്ഷരതയിൽ മുമ്പിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റാനുള്ള ജനകീയ പ്രവർത്തനവും നാം വിജയത്തിലെത്തിച്ചു. കെ-സ്മാർട്ട് സേവനങ്ങളുടെ കാര്യക്ഷമതയിലും വേഗത്തിലും മാത്രമല്ല മാറ്റം കഴിയും. വിവാഹം നേരിട്ട് പോകാതെ വീഡിയോ കോൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ബിൽഡിംഗ് പെർമിറ്റ് 300 സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്കാണ് എങ്കിൽ ശരിയായ പ്ലാനാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ, ചട്ടപ്രകാരമുള്ള പ്ലാനാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ബിൽഡിംഗ് പെർമിറ്റ് വാട്സാപ്പിൽ കിട്ടും. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ് അതിവേഗത്തിലുള്ള നഗരവൽക്കരണം. ദേശീയ തലത്തിലുള്ള നഗരവൽക്കരണ നിരക്കിന്റെ ഇരട്ടിയാണ് കേരളത്തിൻ്റേത്. ആഗോളതലത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അതിവേഗത്തിൽ കേരളം നഗരവൽക്കരിക്കപ്പെടുന്നത് മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളമാകെ ഒറ്റ നഗരമായി മാറുന്നു. ഗ്രാമനഗര അതിർവരമ്പുകൾ അതിവേഗം കുറഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുക. നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെ ശാസ്ത്രീയമായിട്ട് അഭിസംബോധന ചെയ്യാനും അത് തുറന്നു വരുന്ന സാധ്യതകളെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞാൽ ഈ നഗരവൽക്കരണത്തെ തന്നെ ഒരു അവസരമാക്കി ഉപയോഗിക്കാൻ, അനുഗ്രഹമാക്കി മാറ്റാൻ. അതിന് നഗരവൽക്കരണത്തെ ആഴത്തിൽ പഠിക്കണം. ലോകത്തിലെ തന്നെ വിദഗ്ധരുടെ ഒരു കമ്മീഷനെ ഇന്ത്യയിൽ ആദ്യം നഗരവൽക്കരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചത് ഈ ഗവൺമെന്റാണ്. നിശ്ചിത സമയത്ത് തന്നെ സമഗ്രമായ പഠനം, കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്ത്യക്ക് മുഴുവൻ പ്രയോജനപ്പെടുന്ന പഠനമെന്ന് വിശേഷിപ്പിച്ച പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ലോകത്താകെയുള്ള നഗരകാര്യ വിദഗ്ധരും ഭരണാധികാരികളും മന്ത്രിമാരും മേയർമാരും ഉൾപ്പെടുന്ന നഗര കോൺക്ലേവ് കൊച്ചിയിൽ സംഘടിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അധികം വൈകാതെ കരട് നയമാണ്. ഇന്ത്യയിൽ ആദ്യമായി നഗര നയം ആവിഷ്കരിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. അതുപോലെ തൊഴിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി വിജ്ഞാന കേരളം ഇന്ന് വലിയ നിലയിൽ മുന്നിട്ട് 1 ലക്ഷത്തിലധികം തൊഴിലുകളാണ് കുടുംബശ്രീ മാത്രം കണ്ടെത്തിയത്. അത് 40,000 പേർക്ക് പരിസ്ഥിതി നൽകിയിരിക്കുകയാണ്. കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയാക്കി മാറ്റുന്നതിനും വിജ്ഞാന സമൂഹമാക്കി സൃഷ്ടിക്കുന്നതിനും അതുവഴി വിജ്ഞാന തൊഴിലുകൾ കേരളത്തിലെ അഭ്യസ്തവിദ്യർ, പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരും എന്നാൽ ജോലി എടുക്കാതെ വീട്ടിനകത്തിരിക്കുന്നവരുമായ സ്ത്രീകൾക്ക് ലഭ്യമാക്കുക എന്ന വലിയ ലക്ഷ്യം. അത് ഒരേ സമയം സ്ത്രീ ശാക്തീകരണത്തിന് മാത്രമല്ല, കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ GDP-യെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന വലിയ മുന്നേറ്റമായിട്ട് മാറുകയാണ്. മറ്റൊന്ന് ക്ഷേമപ്രവർത്തനങ്ങളുടെ സമാനതകളില്ലാത്ത നേട്ടമാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ 4,60,000-ഓളം വീടുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 5,95,000-ഓളം ആളുകളുമായി എഗ്രിമെന്റ് വെച്ചു. ഈ സർക്കാരിന്റെ കാലത്ത് 5.25 ലക്ഷം വീടുകൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നിസ്സംശയം പറയാം. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഭവന പദ്ധതി. 4 ലക്ഷം രൂപ ഒരു ഗുണഭോക്താവിന് ആദിവാസി സങ്കേതങ്ങളിൽ 6 ലക്ഷം രൂപയും കൊടുക്കുന്നത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല. ഇതിന്റെ പകുതി പോലും മറ്റൊരു സംസ്ഥാനത്ത് കൊടുക്കുന്നില്ല എന്നാണ് കാരണം. അപ്പോൾ 18,800-ലധികം കോടി രൂപയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഈ 4.5 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ ഇതുവരെ കേരളം ചെലവഴിച്ചത്. അതിൽ 2,000 കോടി കേന്ദ്ര വിഹിതം കഴിച്ചാൽ ബാക്കി 16,000 കോടി നാം സമാഹരിച്ച സർക്കാർ ബജറ്റിൽ നിന്ന് കൊടുത്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് കണ്ടെത്തിയ ഒപ്പം വായ്പയായി സർക്കാരെടുത്ത ഈ തുകയിലുള്ള നാം മേഖലകളിൽ 200 ദിവസം തൊഴിൽ നൽകി 2.0 നടപ്പാക്കിയിട്ടുണ്ട്. 3,500 കോടികളാണ് 1,000 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പദ്ധതി. എങ്ങനെയാണ് കേരളം കാലഘട്ടത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്?
നഗരങ്ങളിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാനുകൾ ആവിഷ്കരിക്കുന്നതിന് തുടക്കം കുറിച്ചു. ഇതിലൂടെ കേരളം രാജ്യത്തിന് വഴി കാണിക്കുകയാണ്. പ്രാദേശിക ഭരണത്തിന്റെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ജനപങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ഈ നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി ആലോചിക്കാം. അടുത്ത 5 വർഷം 2031 വരെ പ്രാദേശിക ഭരണ സംവിധാനം എങ്ങനെയെല്ലാം മാറും. ഇപ്പോൾ എല്ലാം തികഞ്ഞു എന്നല്ല, ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് കൈവരിക്കേണ്ടി വരും. ഇതിനിടയിൽ എന്തെല്ലാം കുറവുകളുണ്ട്, ഇനി എന്തെല്ലാമായിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് ചർച്ച ചെയ്യാനായി ഈ വികസന സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഇത്തരം ചർച്ചകൾ സർക്കാർ വളരെ താല്പര്യത്തോടുകൂടി ഉറ്റുനോക്കുന്നു. ഈ ചർച്ചകളായിരിക്കും അടുത്ത 5 വർഷത്തെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അധികാര വികേന്ദ്രീകരണത്തിന്റെയും അജണ്ട നിശ്ചയിക്കുക എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് ആരംഭിക്കുകയാണ്. ഈ സദസ്സിന്റെ അധ്യക്ഷയായി ബഹുമാന്യയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ അവരുടെ ക്ഷണിക്കുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വികസന സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വികസന സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എ രാജു അവരെ ഏറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട കേരള സംസ്ഥാന സർക്കാരിൻ്റെയും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെയും കഴിഞ്ഞ 5 വർഷക്കാലമായി നടപ്പിലാക്കിയിട്ടുള്ള വികസന പരിപാടികൾ പൊതുജന സമക്ഷത്തിലേക്ക് സമർപ്പിക്കുന്നതിന് വലിയ നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു സദസ്സ് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഒരു മനുഷ്യന് സ്വതന്ത്രമായും സ്വച്ഛന്തമായും ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഒട്ടനവധി. പ്രധാനമായും ശുദ്ധമായ വായു, സ്വതന്ത്രമായി കിടക്കാൻ ഒരു പാർപ്പിടം, കുടിവെള്ളം, അതോടൊപ്പം തന്നെ ആരോഗ്യം, അതോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങളെ മെച്ചപ്പെടൽ, ഇതെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്വാഭാവികമായും ശുദ്ധമായ വായു നമുക്ക് സ്വതന്ത്രമായി ഫ്രീയായി കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ളം. നമ്മുടെ പഞ്ചായത്തിലൊക്കെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി, സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഒട്ടനവധിയായിട്ടുള്ള കുടിവെള്ള പദ്ധതികളാണ് നാം നടപ്പിലാക്കിയത്. അത് ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും മികച്ച നേട്ടമായി കാണേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരടക്കം ലൈഫ് പദ്ധതി ഏറ്റവും മനോഹരമായ രീതിയിൽ വീട് വയ്ക്കുക എന്നുള്ളത് ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വീട് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ധനസഹായം നൽകുക എന്നുള്ളത് ഒരു കർത്തവ്യമായി ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അതോടൊപ്പം തന്നെ ചടയമംഗലം പഞ്ചായത്തും ആ കർത്തവ്യം വളരെ ഭംഗിയായി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനാരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നതിൽ ചടയമംഗലം പഞ്ചായത്ത് വളരെ കൃത്യനിഷ്ഠമായിട്ടുള്ള ദീർഘവിഷ്ണുള്ള കാഴ്ചപ്പാടുകൂടി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ പൊതുജനാരോഗ്യം ഏറ്റവും കൂടുതൽ ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്നതായി കാണുന്നത്. അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിലേക്ക്, പശ്ചാത്തല മേഖലകളൊക്കെ മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിക്കുന്നതിന് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 2020 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിലെ ഭരണസമിതി ഏറ്റവും നന്നായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വികസന സദസ്സ് ജനപക്ഷത്തേക്ക് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള, പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പരിപാടികൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ആ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി
നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കുകയും അതിനെ രണ്ട് കൈനീട്ടി സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. ഈ വികസന സദസ്സിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയായിട്ടുള്ള അധ്യക്ഷ ശ്രീമതി മിനി സുനിലെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലെ ഹാർദവമായി സ്വാഗതം ചെയ്യുക. വികസന സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചടയമംഗലത്തിൻ്റെ പ്രിയങ്കരയായിട്ടുള്ള MLA മിനിസ്റ്ററുമായിട്ടുള്ള ശ്രീമതി ജെ ചിഞ്ചറാണിയാണ്. മിനിസ്റ്റർക്ക് എന്തോ ചില സമ്മേളനവുമായി ബന്ധപ്പെട്ട അസൗകര്യമുള്ളതിനാൽ എത്തിച്ചേരില്ല എന്നാണ് അറിയിച്ചുള്ളതെങ്കിലും മിനിസ്റ്ററെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വികസന സദസ്സിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനമുള്ള സെക്രട്ടറിയാണ് ശ്രീമതി ശ്രീജ കുമാരി ടി. സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. ലൈഫ് മിഷൻ വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കുന്നത് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയായിട്ടുള്ള ശ്രീമതി ലതിക വിദ്യാധരനാണ്. ശ്രീമതി ലതിക വിദ്യാധരനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലം ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തും അത്തരത്തിൽ നവംബർ 1 സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തും ദാരിദ്ര്യ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനം നടക്കുന്നത് ബഹുമാനമുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും ഡിവിഷൻ മെമ്പറുമായിട്ടുള്ള അഡ്വക്കേറ്റ് സാമ്രാട്ട് അരയാണ്. സാമ്രാട്ട് അരയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുക. ആശ്രയ കിറ്റിന്റെ വിതരണം നിർവഹിക്കുന്നത് നമ്മുടെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാനമുള്ള വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിവി നായരാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഭൂമി വാങ്ങുന്നതിന് ധനസഹായം ചെക്ക് വിതരണം നടത്തുന്നത് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനമുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി റിജ ഷെഫീഖാണ്. ശ്രീമതി റിജ ഷെഫീഖിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കിലയുടെ RP ആയിട്ടുള്ള ശ്രീ ബാലേന്ദ്ര സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അറിയിക്കുന്നതിലൂടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ശ്രീ NS സജിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും വാർഡ് മെമ്പറുമായിട്ടുള്ള ശ്രീ JV ബിന്ദുവിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. CDCന്റെ ചെയർപേഴ്സൺ ശ്രീ ഷാരിക്ക് ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, അതോടൊപ്പം തന്നെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ, നമ്മുടെ വിവിധ ഗുണഭോക്താക്കളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർ, അംഗൻവാടി വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുചീകരണ തൊഴിലാളികളടക്കം നിർത്തുന്നു. നമസ്കാരം. ബഹുമാന്യനായിട്ടുള്ള സ്വാഗതം ആശംസിച്ച ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് A. രാജു അവർ ഇന്ന് നമുക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഏൽപ്പിക്കുന്നത് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സാമ്രാട്ട് അവർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഹരിവി നായർ, പ്രസിഡന്റും ടൗൺ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീമതി JV ബിന്ദു അവർ, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും വെള്ളൂപ്പാറ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള M. ബാബുരാജ് അവർ, ബഹുമാന്യയായിട്ടുള്ള കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ഷാലിമ കലാം, ഏറെ ബഹുമാന്യരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേന പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഏറെ പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ നമ്മുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ, ക്യാമ്പ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ
തന്നെ ഇന്നത്തെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുമ്പിലേക്ക് പറയുകയും ഇനി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വികസന സദസ്സ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഒട്ടനവധി പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ കാഴ്ചപ്പാടനുസരിച്ച് സർക്കാർ വിഭാവനം ചെയ്ത മിഷനുകളോടൊപ്പം ചേർന്നുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഇതുവരെയും നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സർക്കാർ 2 ഭരണസമിതി കൊണ്ട് നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങൾ, അതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന പ്രവർത്തനമാണ് ലൈഫ് മിഷൻ. ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുകയും അതിലൂടെ ഒട്ടനവധി പേർക്ക് വീടുകളായാലും വസ്തുവായാലും കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിനും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 300-ലധികം ഗുണഭോക്താക്കളാണ്. അതും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയും ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ഒരു സേനയ്ക്ക് ഗ്രാമപഞ്ചായത്ത് രൂപം കൊടുക്കുകയും നമ്മുടെ 15 വാർഡുകളിലുമായി 30 ഹരിതകർമ്മ സേന അംഗങ്ങളെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കുകയും നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലുമുള്ള എല്ലാ വീടുകളിലുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് അതിന്റെ അജൈവ മാലിന്യങ്ങളും മറ്റുമൊക്കെ തരംതിരിച്ച് ഇവിടുന്ന് മാറ്റുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യ മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളായിരുന്നു. ആ പദ്ധതികളെല്ലാം തന്നെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു പരിധിവരെ വിജയകരമായി നടത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജംഗ്ഷനും പരിസര പ്രദേശങ്ങളുമെല്ലാം ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷമാണ് 3 ശുചീകരണ തൊഴിലാളികളെ എടുക്കുകയും നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ, ജംഗ്ഷൻ അടക്കമുള്ള പ്രദേശങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയായി ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പെൻഷനുകളാണ് ഗ്രാമപഞ്ചായത്ത് വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അർഹതപ്പെട്ട മുഴുവൻ പേർക്കും ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. ഒരപേക്ഷ പോലും പഞ്ചായത്തിൽ വന്ന് കെട്ടിക്കിടക്കാനോ സമയബന്ധിതമായി കൊടുക്കാതിരിക്കാനോ ഉള്ള ശ്രമം ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതെല്ലാം ഞങ്ങൾക്ക് വളരെ സത്യസന്ധതയോടുകൂടിയും വളരെ ആത്മാഭിമാനത്തോടുകൂടിയും ജനങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ സാധിക്കും. അർഹതപ്പെട്ട മുഴുവൻ വാർദ്ധക്യ പെൻഷനായാലും വിധവാ പെൻഷനായാലും അങ്ങനെ ഗ്രാമപഞ്ചായത്ത് വഴി നടപ്പിലാക്കുന്ന മുഴുവൻ പെൻഷനുകളും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ അതിദരിദ്ര വിഭാഗം സർക്കാർ ഏറ്റെടുത്ത ഒരു വലിയ പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി അതിദരിദ്രരില്ലാത്ത ഒരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഏറ്റെടുത്ത വലിയൊരു പദ്ധതി. ആ പദ്ധതിയിലൂടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തും അതിദരിദ്ര വിഭാഗത്തെ കണ്ടെത്തുകയും ഏകദേശം 90ഓളം അതിദരിദ്ര വിഭാഗത്തെയാണ് നമ്മുടെ 15 വാർഡുകളിലായി നമ്മൾ കണ്ടെത്തിയത്. അതിൽ 70ഓളം ഗുണഭോക്താക്കൾക്ക് മാസങ്ങളായി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഓരോ മാസവും ഭക്ഷണ കിറ്റടക്കം നൽകിക്കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ അതിനകത്ത് വീടില്ലാത്തവർക്ക് വീട് വച്ചു കൊടുക്കുകയും ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങിക്കൊടുക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ 5 വർഷക്കാലമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന മാസം നമ്മുടെ സർക്കാർ തന്നെ അതിദരിദ്ര കേരളമായി നമ്മുടെ സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുകയാണ്. അതിന് മുന്നോടിയായി അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പൂർത്തീകരിച്ചു. ഇന്ന് ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പ്രസിഡന്റ് അതിദരിദ്ര മുക്ത പഞ്ചായത്തായി കൂടി നമ്മുടെ പഞ്ചായത്തിനെ പ്രഖ്യാപിക്കും ഈ അവസരത്തിൽ. അതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ. പോരായ്മ എല്ലാവർക്കും കാണും. ആ പോരായ്മകൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ
അക്കമിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. ഒട്ടനവധി പദ്ധതികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട്, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒട്ടനവധി പദ്ധതികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ 5 വർഷവും ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എത്താത്ത ഒരു വീട് ഗ്രാമപഞ്ചായത്തിന്റെ മേഖലകളിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പല രൂപത്തിൽ പെൻഷനായാലും വീടായാലും ഭൂമിയായാലും മറ്റ് ആനുകൂല്യങ്ങളായാലും അത് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ വർഷങ്ങളായി നമുക്ക് ഈ നേരത്തെ തന്നെ ഈ അതിദരിദ്രരെ പോലെ തന്നെ നമ്മുടെ പഞ്ചായത്തും കുടുംബശ്രീയും എല്ലാം ചേർന്നുകൊണ്ട് അകതിരിക്കുന്ന കേരളം എന്ന ഒരു പദ്ധതി നമുക്കുണ്ടായിരുന്നു. അതിൽ ആശ്രയ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും അവർക്ക് മാസത്തോറും കിറ്റ് കൊടുക്കുവാനും കഴിഞ്ഞിരുന്നു കഴിഞ്ഞ സമയങ്ങളിലെല്ലാം. എന്നാൽ ഇപ്പോൾ കുറെ നാളുകളായി അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് ഒരു ധനസഹായവും ഗ്രാമപഞ്ചായത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കൊടുക്കാൻ സാധിക്കാത്ത കാരണം കുടുംബശ്രീ ജില്ലാ മിഷനുമായി ചേർന്നുകൊണ്ടാണ് ആ പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഈ അതിദരിദ്രർക്കെല്ലാം ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ മോശമായ രീതിയിലുള്ള ആശ്രയ ഗുണഭോക്താക്കളുണ്ട്. അവർ വന്ന് ഞങ്ങളോട് ഈ ഭക്ഷണ കിറ്റ് ചോദിക്കുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്തിൽ ഇത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഭരണസമിതി പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്നും പൈസ മാറ്റിവെച്ചുകൊണ്ട് ഈ മാസം ഞങ്ങളുടെ ആശ്രയ ഗുണഭോക്താക്കൾക്ക് മുഴുവൻ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ജില്ലാ മെമ്പർ, കഴിഞ്ഞ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സാംഗ്യ ഡാനിയൽ, അദ്ദേഹത്തിന്റെ ഒട്ടനവധി ജില്ലാ പഞ്ചായത്തുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. കുടിവെള്ള പദ്ധതി തന്നെ കോടിക്കണക്കിന് രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇടയ്ക്കോട് വാർഡില് കറ്റൂട്ടിൽ കുടിവെള്ള പദ്ധതി ഏകദേശം 1,10,00,000 രൂപ ചെലവിൽ നിർവഹിക്കാൻ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിന് മുൻപന്തിയിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നടത്താൻ ബഹുമാന്യനായിട്ടുള്ള ജില്ലാ മെമ്പർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പഞ്ചായത്തിന്റെ, എനിക്ക് തോന്നുന്നു ചടയമംഗലം പഞ്ചായത്തിന്റെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശമായ വലിയപാറ ചരിവ് കോളനിയില് ഏകദേശം 70 ലക്ഷത്തിലധികം രൂപ വെച്ചുകൊണ്ടാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേട്ടാഞ്ചിറ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ ഏകദേശം 1.5 കോടി രൂപയോളം വരുന്ന പുതിയ പദ്ധതികൾക്കും അദ്ദേഹം രൂപം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് പഞ്ചായത്ത് വഴി ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികൾ കൊണ്ടുവന്ന് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത്. നമുക്ക് 2 ഡിവിഷൻ മെമ്പർമാരാണുള്ളത്. ഒന്ന് ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് ഹരിവി നായർ അവർകളും NS സലീന അവർകളും. രണ്ടുപേരുടെയും ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തന്നെ ഏകദേശം 1.5 കോടി രൂപ വരെയുള്ള ഫണ്ടുകളാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. ബഹുമാനിയായിട്ടുള്ള ബ്ലോക്കിന്റെ പ്രസിഡന്റ് എല്ലാ കാര്യത്തിലും ഭരണസമിതിയോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഫണ്ടുകൾ അവരുടെ മെമ്പർമാർ വഴി നമ്മുടെ പഞ്ചായത്തിൽ എത്തിച്ചേർക്കുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ജനോപകാരമായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിന് ഈ 5 വർഷക്കാലമായി ഞങ്ങളുടെ കൂട്ടായ്മയിലൂടെ നടത്തിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനിയും ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കേണ്ടതിന്റെ ആദ്യ ചുവടുവെപ്പിലേക്ക് എത്തി നിൽക്കുന്ന പല പദ്ധതികളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോക്കണം. നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഭാഗത്തു കൂടിയുള്ള ചർച്ചകൾ വരികയും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അടക്കം ഞങ്ങൾ അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, നോക്കുകയും ചെയ്യണം. ഇതില് തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഗ്രാമപഞ്ചായത്ത് ചേർത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് ഗ്രാമപഞ്ചായത്തും സർക്കാരും ഏറ്റെടുക്കേണ്ടത്, ആ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയായി സമയബന്ധിതമായി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കുകയും വേണം. അപ്പൊ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളുമായി ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റ് ആയാലും
ജില്ലാ മെമ്പറായാലും നമ്മുടെ സ്കൂളിലെ കലോത്സവവുമായി ബന്ധപ്പെട്ടെല്ലാം അവർക്ക് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പ്രസിഡന്റിനെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ചടകുളം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ നിർവഹിക്കുന്നു. ഈ അവസരത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹരിവി നായർ, അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷംകി ഡാനിയൽ, അതുപോലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ രാജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം.ആർ. വിഷ്ണുരാജ്, പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ശ്രീമതി ശ്രീകുമാരി TV തുടങ്ങിയവർ ബഹുമാനിയായ യോഗത്തിന്റെ അധ്യക്ഷ ശ്രീമതി മിനി സുനിൽ, സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ് ശ്രീ രാജു, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന പഞ്ചായത്തിന്റെ ബഹുമാനിയായിട്ടുള്ള സെക്രട്ടറി ശ്രീമതി ശ്രീകുമാരി, അതിദരിദ്ര പ്രഖ്യാപനം നടത്തുന്ന മുൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, നമ്മളെ ഡിവിഷന്റെ മെമ്പറുമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് ഷംകി ഡാനിയൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിവി നായർ, ശ്രീമതി റീജ ഷെഫീഖ്, ശ്രീ എം.ആർ. വിഷ്ണുരാജ്, ശ്രീമതി N.S. അലീന, ശ്രീമതി JB ബിന്ദു, ശ്രീ ബാബുരാജ്, ശ്രീ ഉണ്ണികൃഷ്ണപിള്ള, ശ്രീമതി ഉഷ ബോസ്, ശ്രീ രഞ്ജിത്ത്, ശ്രീ മഞ്ജു മറിയപ്പള്ളി, ശ്രീ PS സുനിൽകുമാർ, KS ജയലേഖ, ശ്രീമതി S. സിന്ധു, നസീമുദ്ദീൻ അമ്പലത്തിൽ, ശ്രീമതി ഷാലിമ കല, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീമതി ലത, നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ ഏറെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ മുസ്തഫ, ശ്രീ സന്തോഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ജയകുമാർ, അതുപോലെ നമ്മുടെ CPM-ന്റെയും CPI-ന്റെയും ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രമാചന്ദ്രചൂഡ അടക്കമുള്ള വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരെ, അതുപോലെ ആശാവർക്കർമാർ, അംഗനവാടി, ഹരിതകർമ്മസേന തുടങ്ങിയിട്ടുള്ള പ്രവർത്തകരെ, കുടുംബശ്രീ CDS അംഗങ്ങൾ, അതുപോലെ തന്നെ ജില്ലയിലെ പ്രിയപ്പെട്ട ബാലേന്ദ്രൻ സാർ അടക്കമുള്ള പത്രമാധ്യമ സുഹൃത്തുക്കളെ, ബഹുമാന്യരെ, സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള പൊതുജന അഭിപ്രായങ്ങൾ സമന്വയിക്കുന്നതിന് വേണ്ടി വികസന സദസ്സുകൾ കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ 5 വർഷക്കാലമായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിലമതിക്കാനാവാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ മേഖലകളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു രേഖ ഇവിടെ പ്രകാശനം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ വിലയേറിയ ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് അഭിപ്രായങ്ങൾ ഈ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യത്തെ വികസന സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. ചടയമംഗലം കടക്കൽ പോലുള്ള പഞ്ചായത്തിൽ വാർഡടിസ്ഥാനത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള വികസന ഉത്സവങ്ങൾ ഒരു ദിവസം 2ഉം 3ഉം വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ അവിടെ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നു എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്.
നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അടിത്തട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോകുമ്പോൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് മുന്നേറുന്നത്. കാലാകാലങ്ങളിൽ നിന്നുള്ള ഭരണസമിതി അധ്യക്ഷന്മാർ മുസ്തഫ അടക്കമുള്ള ആളുകൾ ഈ പഞ്ചായത്തിനെ നയിച്ചിട്ടുള്ളതാണ്. നിരവധി ആളുകളുടെ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ബിന്ദു മിനി സുനിലും പറയും. കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് നീ നമ്മളെ മുമ്പിൽ ആ കണക്കുകൾ വയ്ക്കും. അതിൽ കൂടുതൽ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബഹുമാനിയായിട്ടുള്ള മന്ത്രിയുടെ ഫണ്ട്, അതുപോലെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ ചുമതലക്കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ഹരിയുടെ ഫണ്ട്, NS ഹരീനയുടെ ഫണ്ട്, ഗ്രാമപഞ്ചായത്ത് ഫണ്ടുകൾ നമ്മളിപ്പോ കണ്ടല്ലോ. ആദരണീയനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞൊരു വിഷയമുണ്ട്. കേന്ദ്രം തരേണ്ട ഫണ്ടുകൾ നമുക്ക് തരാതിരുന്നപ്പോഴും, നമുക്ക് കിട്ടേണ്ട ഏജൻസികൾ പണം തരാതിരുന്നപ്പോഴും നാടിന്റെ വികസനം നന്നായി നടക്കണമെന്ന് തീരുമാനമെടുത്ത ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. നമുക്ക് അർഹതപ്പെട്ട ഭരണഘടന വിഭാവന ചെയ്ത അർഹതപ്പെട്ട ഫണ്ടുകൾ പോലും തരാതിരുന്നപ്പോൾ പാവപ്പെട്ട തൊഴിലാളികളായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണം ഉണ്ണുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെട്ടത് നമ്മുടെ ഗവൺമെന്റാണ്. കേരളത്തിലുള്ള വിഷയങ്ങൾ, നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി കുടിവെള്ള വിഷയങ്ങൾ ഈ കാലയളവിൽ ചടയമംഗലം പഞ്ചായത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെതായിട്ടുണ്ട്, ഗ്രാമപഞ്ചായത്ത്. അതിന്റെയൊന്നും തുകയും കണക്കുകളൊന്നും പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. നിരവധി വീടുകൾ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വന്തമായി തലചായ്ക്കാൻ ഒരിടമില്ലാത്ത ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വീട് കൊടുക്കുന്ന പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് മാതൃകയാവുന്ന കേരളം. അതുപോലെ തന്നെ PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീടിന്റെ എല്ലാം എണ്ണം നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കും. അതുപോലെ അതിദരിദ്രരുടെ കേരളത്തിന്റെ ലോകം ഉറ്റുനോക്കിയുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ട്. 1-ാം തീയതി പ്രഖ്യാപിക്കുമ്പോൾ ലോക രാജ്യങ്ങളായി ഉറ്റുനോക്കുകയാണ്. സമ്പൂർണമായി ദരിദ്രമില്ലാത്ത പഞ്ചായത്ത് സംസ്ഥാനമായി കേരളം. വികസന പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ എല്ലാ വിദ്യാലയങ്ങളെയും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ഗവൺമെന്റിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ഇപ്പൊ ചടയമംഗലം ആശുപത്രി തന്നെ ആ കാണാൻ പാടില്ല. അവിടെ കിടത്തി ചികിത്സിക്കുന്നതിന് ആവശ്യമായ ഫണ്ടുകളെല്ലാം നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പിന് ആവശ്യമായ ഫണ്ടുകൾ നൽകി. വളരെ മാതൃകയും പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയാണ് ചടയമംഗലത്തുള്ളത്. വളരെ മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രി. ഇതിനാവശ്യമായ ഫണ്ടുകളെല്ലാം കേരളത്തിലെ ഗവൺമെന്റ് നൽകിയിട്ടതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുപോലെ വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ ഓരോ ജനപ്രതിനിധികൾക്കും പറയാൻ കഴിയുന്നത്. ഇച്ഛാശക്തിയോടുകൂടി നയിക്കുന്ന ആസൂത്രണ സമിതിയുടെയും അതുപോലെ പഞ്ചായത്ത് ഭരണത്തെ ഇച്ഛാശക്തിയോട് പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വം ഇന്ന് ചടയമംഗലത്തുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മാറ്റി നിർത്തവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഈ ഭരണസമിതികൾക്ക് കഴിയുന്നത്. ആസൂത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പദ്ധതികളെ സംബന്ധിച്ച് കൂലങ്കഷമായി ചർച്ച ചെയ്തുകൊണ്ട് അതിലാവശ്യമായ നിബന്ധനകൾക്ക് വിധേയമായ പ്രവർത്തികൾ മാത്രമേ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയൂ. ഇവിടെ തന്നെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്കൂളുകൾ, ആ സ്കൂളുകളിലുള്ള കെട്ടിടങ്ങൾ, വർണ്ണക്കൂടാരമടക്കമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗവൺമെന്റ്, വിദ്യാഭ്യാസ വകുപ്പ്, നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എന്റെ അഭിമാനം എന്ന് പറയുന്ന ജോബ് ഫെസ്റ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കുവാൻ കഴിയില്ല. കുടുംബശ്രീ ഞങ്ങൾ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജോബ് ഫെസ്റ്റ് നടത്തി. 875 പേരാണ് പങ്കെടുത്തത്. ദേശീയത 1124 പേര്. അതിൽ തന്നെ 500 പേർക്ക് ജോലി കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് അഭിമാനമായിട്ടാണ് കാണുന്നത്. ഓൺ ദ സ്പോട്ടിൽ തന്നെ 105 പേരെ സെലക്ട് ചെയ്യുകയും ബാക്കിയുള്ളവർക്ക് സെലക്ഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 47 കമ്പനികളാണ് അവിടെ വന്നത്. നമ്മളെ പഞ്ചായത്തുകളിലെ തൊഴിൽ മേള നടത്തിക്കൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള തൊഴിൽ സാധ്യതകളുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് തൊഴിൽ കൊടുക്കാൻ സന്നദ്ധരായുള്ള നിരവധി സ്ഥാപനങ്ങൾ ചടയമംഗലം
കടകൾ, മറ്റൊരുപാട് സ്ഥാപനങ്ങൾ കുടുംബശ്രീ വഴി ഗ്രാമസഭാ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സംരംഭകരെ കണ്ടെത്തിക്കൊണ്ട് അങ്ങനെ എല്ലാ രംഗങ്ങളിലും മാതൃകാപരമായ പ്രവർത്തനമാണ്. ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടി നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനം. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കേരളത്തിന് ലോകത്തിന് മാതൃകയായി പോകുന്ന കുടുംബശ്രീ. നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തകർ ഇത്രയും പങ്കെടുത്താൽ മതിയോ? അവരെവിടെ പോയെന്ന് പരിശോധിക്കണം. അവരെ ചേർത്ത് നിർത്താൻ നാളിതുവരെ ഇല്ലാത്ത ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ. കോടിക്കണക്കിന് രൂപയിട്ട് അമ്മാനം കാണുകയാണ് നമ്മുടെ കുടുംബശ്രീയുടെ ഓരോ ചെയർപേഴ്സന്മാരും ആ സമിതികൾ. ഒരു പരിപാടി വിളിച്ചു കഴിഞ്ഞാൽ താൻ നിലനിൽക്കണമെങ്കിൽ കുടുംബശ്രീ എങ്ങനെയുണ്ടായി, ഈ കുടുംബശ്രീ നിലനിൽക്കണമെങ്കിൽ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ കാണുവാൻ, കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ, നടപ്പിലാക്കുവാൻ ഓരോ CDS അംഗങ്ങളും താൻ പ്രതിനിധാനം ചെയ്യുന്ന ഡിവിഷനിൽ നിന്നും ആളുകളെ പങ്കെടുപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. NREGയുമായി തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേറ്റുമാരെ സംബന്ധിച്ച് തൊഴിൽപരമായി ഒരുപാട് വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉണ്ട്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കോടികളുടെ തൊഴിലുറപ്പിന്റെ പ്രവർത്തനം നടക്കുന്ന ഒരു പഞ്ചായത്താണ്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു വികസന സെമിനാർ നടക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് ബന്ധപ്പെട്ട ആളുകൾ ഈ തരത്തിൽ പങ്കെടുത്താൽ മതിയോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ 25, 30, 40 ലക്ഷം രൂപയുടെ പ്രോജക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ട് നിങ്ങൾ തന്നെ വിഹിതം വെച്ചടക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ സഹായിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെയുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ എങ്ങനെ നമ്മളായി, നമ്മൾ ഇന്നലെ ആരായിരുന്നു, ഇന്ന് നമ്മൾ എങ്ങനെയാണ്, നമ്മളിപ്പോ എവിടെ നിൽക്കുന്നു, ഇതായിരുന്നു നമ്മുടെ സ്ത്രീകളുടെയൊക്കെ അവസ്ഥ. ആ അവസ്ഥയ്ക്ക് മാറ്റമാവത് ആര്? കേരളത്തിൽ മാറി മാറി വന്നിട്ടുള്ള അധികാരികളായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സമൂലമായിട്ടുള്ള മാറ്റമാണ് സ്ത്രീകൾ ഇതുവരെ കാണുന്നത്. സമ്പൂർണ്ണ സാക്ഷരത വന്നതോടുകൂടി ജനകീയ ആസൂത്രണ പ്രസ്ഥാനം വന്നതിന്റെ ഭാഗമായി ഭരണഘടനാ ഭേദഗതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ അധികാര സ്ഥാനങ്ങളിൽ വനിതകൾക്ക് തന്നെ അംഗീകാരങ്ങൾ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ മാറ്റത്തിൽ വികസന പ്രക്രിയകളിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. നമ്മുടെ പങ്കാളിത്തങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് കൊല്ലം ജില്ലയ്ക്ക് അഭിമാനകരമായി നിൽക്കുന്ന കൊല്ലം ജില്ല കേരളത്തിനാകെ അഭിമാനമാണ്. ISO സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ പോയാൽ പോരാ. ISO സർട്ടിഫിക്കറ്റ് ചുമ്മാതെ കിട്ടത്തില്ല. വളരെ അഭിമാനത്തോട് പറയുകയാണ്, കേരള സംസ്ഥാനത്തിന് മാതൃകയാണ് നമ്മുടെ കുടുംബശ്രീ കൊല്ലം. ആ മാതൃക ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ 8 പഞ്ചായത്ത്. ആ തരത്തിൽ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ വികസന പ്രക്രിയയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികളിൽ ഞങ്ങൾക്ക് എന്ത് നിർദ്ദേശങ്ങൾ വെക്കുവാൻ കഴിയുമെന്ന നിർദ്ദേശങ്ങൾ ഒക്കെ വെക്കുന്ന വേദികളിൽ പങ്കെടുക്കുന്ന പങ്കാളിത്തം കുറച്ചുകൂടി വേണം. ആ തരത്തിൽ നമ്മളിവിടെ ഒരുപാട് വിഷയങ്ങൾ, ബാലേന്ദ്ര സാറിന്റെ റിസോഴ്സ് പേഴ്സണാണ്, സംസ്ഥാന ഗവൺമെന്റ് പ്രതിനിധിയായിട്ടാണ് പങ്കെടുക്കുന്നത്. ആ തരത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ട വേദികളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾക്ക് പറയേണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പദ്ധതികളാക്കിക്കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് സാമൂഹ്യ മാറ്റ പ്രക്രിയയിൽ പുരുഷനോടൊപ്പം സ്ത്രീകൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന സമയങ്ങളെല്ലാം അതിക്രമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി നമുക്ക് സമയങ്ങളുണ്ട്. വളരെ മാതൃകയായി നമ്മൾ കൊണ്ടുപോകണം. ആ തരത്തിൽ വളരെ മാതൃകയായിക്കൊണ്ടാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വികസനത്തിന്റെ പൊന്തൂവൽ ചാർത്തിക്കൊണ്ട് ജനങ്ങളിടയിലേക്ക് പോകുന്നത്. അതെല്ലാം നമ്മുടെ കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു ഭരണസമിതിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഭരണസമിതിയുടെയും ഇച്ഛാശക്തിയുള്ള പ്രസ്ഥാനത്തിന്റെയും ജീവനക്കാരുടെയും അതിലുപരി നാട്ടിലെ ആളുകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും വികസനത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിട്ടുള്ള കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ നാട്ടിലെ ആളുകൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നൽകിയ സഹായ സഹകരണങ്ങൾ തുടർന്നും ഈ അവസരത്തിൽ നിങ്ങളോട് പ്രതീക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പിന്നാലെ സംസാരിക്കുന്നതോടെ പറയും. കേരളത്തിലെ ഗവൺമെന്റ് പത്രങ്ങൾ വായിച്ചറിയാം, കേരളത്തിലെ മുഖ്യമന്ത്രി പോയിരിക്കുകയാണ് കേരളത്തിന് അവകാശപ്പെട്ട ന്യായമായ അവകാശങ്ങൾ ചോദിക്കുവാൻ വേണ്ടി. ആർക്ക് വേണ്ടിയാണ്? കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക്, പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ, ആശുപത്രികളെ സഹായിക്കാൻ,
അംഗൻവാടിയെ സഹായിക്കാൻ, ആശാ വർക്കർമാരെ സഹായിക്കാൻ അതിനാവശ്യമായ ഫണ്ടുകൾ വേണ്ടി പോയിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഹരിതകർമ്മസേന ഇവിടെ ആദരിക്കുകയാണ്. ചവറുവാരികളെന്ന് നിഷേധിക്കപ്പെട്ട് അവരെ ചേർത്ത് നിർത്തുന്നതാണ് കേരളത്തിലെ ഗവൺമെന്റ്. ചേർത്ത് നിർത്തിക്കൊണ്ട് വളരെയധികം സാമൂഹിക അംഗീകാരം നേടിക്കൊണ്ട് കേരളത്തിലെ സാംക്രമിക രോഗങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് ആശാപ്രവർത്തകരും അംഗൻവാടി പ്രവർത്തകരും. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായിട്ടുള്ള പകൽ വീടുകൾ, ബഡ് സ്കൂളുകൾ തുടങ്ങിയ മേഖലകൾ ഇടപെട്ടുകൊണ്ട് അവശത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനൊക്കെ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല ജീവകാരുണ്യ പ്രവർത്തനമാണ്. നമ്മുടെ ഓരോ ജനപ്രതിനിധികളും ഓരോ പൊതുപ്രവർത്തകരും നമ്മൾ പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റെടുക്കണം. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തുവാനുള്ള മനസ്സ് ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും കൈക്കൊള്ളണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് നേരത്തെ ശ്രീമതി JB ബിന്ദു, അതിനുശേഷം ശ്രീമതി മിനി സുനിൽ വളരെ കൂട്ടായി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ശ്രീമതി മിനി സുനിലിന്റെ ഭരണസമിതിക്ക് പ്രത്യേകം അനുമോദനങ്ങളും അഭിവാദ്യങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ വേദിയിലിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷനായിട്ടുള്ള ശ്രീ സാംകെ ഡാനിൽ അടക്കമുള്ള വേദിയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെയും, പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ ബാലേന്ദ്ര സാർ അടക്കമുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾ, കൃഷി ഓഫീസർ അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും നിർവഹണ ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെയും ഹൃദയ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനം. തുടർന്ന് വികസന രേഖയുടെ പ്രകാശനമാണ്. പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഇനി അടുത്തതായി ലൈഫ് മിഷൻ വീടുകളുടെ താക്കോൽദാനവും അതിന് മുന്നോടിയായി ബഹുമാന്യനായിട്ടുള്ള മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ഡിവിഷൻ മെമ്പറുമായ അഡ്വക്കേറ്റ് സാംബെ ഡാനിയൽ അവர்களാണ് ലൈഫ് മിഷൻ വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കുന്നത്. അതിനുവേണ്ടി ബഹുമാന്യനായിട്ടുള്ള ജില്ലാ മെമ്പറെ ക്ഷണിക്കുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ഏറ്റവും ശക്തമായി ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രിയ ശ്രീ ഇവിടെ സ്വാഗതം ആശംസിച്ച ഗ്രാമപഞ്ചായത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ നാടിന് പ്രസിദ്ധീകരിച്ച വൈസ് പ്രസിഡന്റ് ശ്രീ A. രാജു, നമ്മുടെ ഇന്നത്തെ ഈ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയങ്കരയായ പ്രസിഡന്റ്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൊതുവികസന വിഷയങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് ഈ നാടിനൊപ്പം കഴിഞ്ഞ ദീർഘകാലമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരയായ ശ്രീമതി നരിയാവിനായകൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, ഈ നാടിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഈ നാടിനൊപ്പം സഞ്ചരിക്കുന്ന ശ്രീ ഹരി നായർ, നമ്മുടെ പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഏറെ പ്രിയകരിയായ ശ്രീമതി റീജ ഷെഫി, നമ്മുടെ
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഏറെ പ്രിയങ്കരനായ ശ്രീ എം.ആർ. കൃഷ്ണരാജ്, നമ്മുടെ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ സെക്രട്ടറി ശ്രീമതി ശ്രീകുമാരി, അതുപോലെ തന്നെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് പ്രിയങ്കരിയായ ശ്രീമതി ദേവി ബിന്ദു, ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് ശ്രീ എം. ബാബുരാജ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ പി എസ് സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി കെ എസ് ജയരേഖ, അതുപോലെ കുടുംബശ്രീ ജനറൽ ശ്രീമതി ഷാലിമ കലാം, അസിസ്റ്റന്റ് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് ശ്രീമതി ലത, നമ്മുടെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പൊതുപ്രവർത്തകരായ ശ്രീ സന്തോഷ്, ശ്രീ രമണൻ, ശ്രീ അജയൻ, ശ്രീ സുദേവൻ, ശ്രീ സുഗതൻ, ശ്രീ ശശീരൻ, ശ്രീ മുസ്തഫ, ശ്രീ രാധാകൃഷ്ണൻ അടക്കമുള്ള വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഈ വികസന സദസ്സ് വളരെ പെട്ടെന്ന് നിർത്താൻ കഴിയുന്നില്ല എന്നുള്ള എനിക്കറിയാം. കാര്യം ഞാൻ അതുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കുന്നില്ല, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. കാര്യം ഉച്ചവരെ നടക്കുന്ന പ്രശ്നത്തിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ സദസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ പൊതുവായ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഇവിടെ വിശദീകരിച്ചു. ഇവിടെ 5 വർഷക്കാലത്തെ പൊതുവായ വികസന വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിക്കുക മാത്രമല്ല, നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പോൾ കിട്ടുന്ന വികസന രേഖയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട് നമ്മൾ മറന്നു പോകാൻ പാടില്ല. 2005 വർഷത്തിന് മുമ്പ് ഈ ഭരണസമിതി അധികാരത്തിലെത്തുന്ന സമയത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും ഓർമ്മ. 2020 ഡിസംബർ മാസം 8-ാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ന് നമ്മൾ ഇരിക്കുന്നത് പോലെ ഒരുമിച്ച് കൂടാനോ, ഒരുമിച്ചൊരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനോ, ഒരു പൊതുയോഗം സംഘടിപ്പിക്കുവാനോ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും. ലോകത്തെ ആകെ പിടിച്ചുപിടിപ്പിക്കുക, ലോകത്തിന്റെ ചലനങ്ങളെ പോലും ഏറെ സ്വാധീനിച്ച, വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം മനുഷ്യൻ ഇരിക്കുവാൻ വേണ്ടി വിധിക്കപ്പെട്ട കോവിഡിന്റെ ആ മഹാമാരിയുടെ ഏറ്റവും രൂക്ഷമായ സന്ദർഭത്തിലാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. അതിന്റെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റിനും സ്വാഭാവികമായും അതിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ നേരിട്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം മുന്നോട്ട് പോയത്. പ്രിയപ്പെട്ടവരെ, നിരവധിയായ പ്രതിസന്ധികൾ ഈ കേരളം കടന്നുപോയ നാളുകളാണ്. മഹാമാരിയുടെ, പ്രളയത്തിന്റെ, ഉരുൾപൊട്ടലിന്റെ, മലവെള്ളപ്പാച്ചിലിന്റെ എല്ലാം നിരവധിയായ പ്രതിസന്ധികൾ, കാർമികങ്ങൾ നമ്മളെ വിടാതെ പിന്തുടർന്ന നാളുകളാണ് കഴിഞ്ഞ 5 വർഷക്കാലം എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇന്നലെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഇന്നത്തെ വർത്തമാന പത്രങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നൽകിയ ഒരു വിധിന്യായം നിങ്ങളെല്ലാം ഒരുപക്ഷെ വായിച്ചു കാണും. അസാധാരണമായ മാത്രം നമ്മുടെ കേരളത്തിന്റെ പരമോന്നത നീതിപീഠം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിധിന്യായമാണ് ഇന്നലെ ഉണ്ടായത്. ജസ്റ്റിസ് A.K. ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ്, സിംഗിൾ ബെഞ്ചല്ല. ആ ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര ഗവൺമെന്റിന് വലിയ പ്രകരമേൽപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന മലയാളികളുടെ അഭിമാനത്തെ തൊട്ടുകൊണ്ട് അതിനെതിരായ നിലപാട് സ്വീകരിച്ച കേന്ദ്ര ഗവൺമെന്റിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് മുണ്ടക്കയിൽ ചൂരൽമലയിൽ ആ ഉരുൾപൊട്ടലിൽ നിരവധിയായ നഷ്ടങ്ങൾ സംഭവിച്ച, ഉടയവരെ നഷ്ടപ്പെട്ട, ഭൂമി നഷ്ടപ്പെട്ട, കൃഷി നശിച്ച, എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ കടമെഴുതി തള്ളുവാൻ വേണ്ടി 12 പൊതുമേഖലാ ബാങ്കുകളെ കക്ഷിയാക്കിക്കൊണ്ടുള്ള ഹർജിയിന്മേലാണ്
കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിപ്രായം അറിയുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സത്യവാങ്മൂലം അവിടമിട്ട് തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡിവിഷൻ ബെഞ്ചിലെ 2 ന്യായാധിപന്മാർ പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ പറയുന്നു, നിങ്ങൾ 3.5 കോടിയോളം വരുന്ന മനുഷ്യരെ പരീക്ഷിക്കാനാണോ? കാരണം അതിതീവ്രമായിട്ടുള്ള ഉരുൾപൊട്ടൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ചത് കേരള ബാങ്ക് എന്ന് പറയുന്ന കേരളത്തിന്റെ സ്വന്തം ബാങ്ക് ഒഴികെ റിസർവ് ബാങ്കിന്റെ അധീനതയിലുള്ള 12 ദേശസാൽകൃത ബാങ്കുകൾ ആ പാവപ്പെട്ട മനുഷ്യരുടെ കടമെഴുതി തള്ളണമെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും അതിന് തയ്യാറാകാതെ സത്യവാങ്മൂലം നൽകിയ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെ അത് നിശിതമായി കേരളത്തിന്റെ ഹൈക്കോടതി അതിന്റെ ഡിവിഷൻ വെച്ച് സ്വാഭാവികമായി വിമർശിച്ചുകൊണ്ടുള്ള വിധിന്യായം ഇന്നലെയാണ് പുറപ്പെടുവിച്ചത്. ഞാനത് രാഷ്ട്രീയ വശങ്ങളിലേക്കല്ല പോകുന്നത്. എത്രയധികം പ്രതിസന്ധിയിലൂടെ വിവേചനപൂർവമായ നിലപാടുകളുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന, ഞാനും നിങ്ങളും പഠിച്ച ഭരണഘടന, ആ ഭരണഘടനയിലെ ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ഒന്നുപോലെ കണ്ട് അതിന്റെ സാമ്പത്തികമായ വിതരണ ക്രമത്തിൽ ഒരുപോലെ പണം വിതരണം ചെയ്യേണ്ടതിന് പകരം വിവേചനപൂർണമായ നിലപാട് ഈ പറയുന്ന പ്രളയത്തിലും ഉരുൾപൊട്ടലും ആളുകൾ മരിച്ചു വീഴുന്നതിനും പോലും കാണിക്കുന്ന ഇതിനെതിരായിട്ടുള്ള വിവേചനപരമായ നിലപാടിനെതിരെയുള്ള വിധിന്യായമാണ്. ആ പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ആ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഈ ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ ഞാൻ പറയുന്നു ജില്ലാ പഞ്ചായത്ത് അംഗമെന്നുള്ള തരത്തിൽ 12 കോടിയിലധികം നിങ്ങൾക്ക് എഴുതി തന്നതിനപ്പുറത്തേക്ക് ഇനിയും യഥാർത്ഥ പദ്ധതികളുണ്ട്. അതിലെഴുതിയിട്ടില്ല. സ്കൂളിന് വേണ്ടി 58 ലക്ഷം രൂപ അനുവദിച്ചതിനെ സംബന്ധിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവുകയല്ല. 12 കോടിയിലേറെ രൂപ ജില്ലാ പഞ്ചായത്തിന്റെ 15 വാർഡുകളില് ഈ ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ കുടിവെള്ളത്തിന്, അടിസ്ഥാന സൗകര്യ വികസനത്തിന്, ഈ MG സ്കൂളിന്റെ വികസനത്തിന് ഉൾപ്പെടെ 1,70 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല. ഈ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളുള്ള ഒരു വാർഡിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പണം, ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും MLAയും അടക്കം അനുവദിച്ച റോഡുകളുടെ, പാലങ്ങളുടെ, തടയണയുടെ, കുടിവെള്ള പദ്ധതികളുടെ, ലൈഫ് മിഷൻ വീടുകളുടെ, അതുപോലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നമ്മുടെ റോഡുകളുടെ ഉൾപ്പെടെ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ എത്രയാണ്? ഞാൻ ആ കണക്കുകൾ പറഞ്ഞു പോവുകയല്ല. ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടാകുമ്പോഴും ഒരു സംസ്ഥാന ഗവൺമെന്റ് നാട്ടിലെ സാധാരണ മനുഷ്യരെ, പാവപ്പെട്ട മനുഷ്യരെ, നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകലെന്ന് വിചാരിച്ചുകൊണ്ട് നിലച്ചുകൊണ്ടാണ് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ നാട് നമുക്ക് അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ കഴിയുന്നത്. ഇപ്പൊ ഒരു ഓണം കഴിഞ്ഞു. കേരളത്തിന്റെ എല്ലാ മലയാളികളായ എല്ലാ മനുഷ്യരും ആഘോഷിക്കുന്നു. സാധാരണ ഉത്സവ സീസണിലാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുണ്ടാകുന്നത്. നമ്മുടെ പൊതുമേഖല സംസ്ഥാന ഗവൺമെന്റിന്റെ സപ്ലൈകോ വഴി ഞാനും നിങ്ങളും അടക്കം സാധനങ്ങൾ വാങ്ങി സ്വാഭാവികമായും വില കുറച്ച് വാങ്ങി എന്നുള്ളതുകൊണ്ടാണ് ആ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നത്. കേരളത്തിന്റെ ഈ സപ്ലൈകോ നിലവിൽ വന്നതിന് വേണ്ടിയുള്ള അതിനുശേഷമുള്ള സർവകാല റെക്കോർഡ് ഏത് മേഖലയിലാണ്? വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാലത്ത് 10 വർഷത്തിന് മുമ്പ് എന്റെ മുന്നിലിരിക്കുന്ന അച്ഛനും അമ്മയുമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചറിയാം, സർക്കാർ പള്ളിക്കൂടങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുമ്പോ സങ്കടത്തോടെ, പ്രയാസത്തോടെ, മനമുരുകിക്കൊണ്ടായിരുന്നു ആ സ്കൂളുകളുടെ എണ്ണം കൂടി അവിടേക്ക് കുട്ടികൾ കടന്നു വരികയാണ്. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് തന്നെ നൽകുന്ന പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള നികുതി ആയോഗിന്റെ റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി. ആ നികുതി ആയോഗിൽ പുറത്തുവിട്ട വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തെ അവർക്ക് ആവശ്യമായുള്ള പോഷകാഹാരം ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വേറെ ഏതെങ്കിലും ഒരു നാടിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ ആശുപത്രികൾ നോക്കൂ. നമ്മൾ പറയാറുണ്ട് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് പോയ പരാതികളും പരിമിതികളും കാണാം. പക്ഷേ നമ്മൾ പഴയ കാലത്ത് സർക്കാർ മെഡിക്കൽ കോളേജിൽ പോയാൽ നമ്മുടെ പഴയ പുൽപ്പായി മെഡിക്കൽ കോളേജ് മാത്രമാണ്. നമ്മുടെ ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി എന്തേ തിരക്കുണ്ടാകുന്നു? എന്തേ ആളുകൾ OP ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി, OP ക്യൂ നിൽക്കുവാൻ വേണ്ടി ക്യൂ നിന്നാലും ശരിയല്ലേ? പരിമിതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും വിശ്വാസയോഗ്യമായ
സ്വാഭാവികമായി കടന്നു പോകുവാൻ കഴിയുന്ന സമ്പത്ത് റെഡിയാക്കുവാൻ ശരിയാക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളിലേക്ക് പോയിട്ടില്ല. ഇവിടെ ഒരു കാലത്ത് പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യർക്ക് തലചായ്ക്കാൻ മണ്ണിന് ഒരു ഇടമില്ല എന്ന് പാടിപ്പതിഞ്ഞൊരു സമൂഹമാണ് കേരളീയ സമൂഹം. ആ കേരളീയ സമൂഹത്തിൽ നിങ്ങളുടെ ഗവൺമെന്റ് അതിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് 70,000 രൂപ മുതൽ 1,40,000 രൂപ വരെ ഒരു വീടിന് കൊടുക്കുന്ന സന്ദർഭത്തിലാണ് 4 ലക്ഷം എന്നുള്ള കേരള ഗവൺമെന്റ് ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചു നൽകുവാൻ വേണ്ടിയുള്ള പരിശ്രമം. ഞാൻ വലിയ താഴ്ചയിലേക്ക് കടന്നുപോയി. വൈകുന്നേരത്ത് പാവപ്പെട്ട ഉന്നതിയിൽ താമസിക്കുന്ന കർഷക തൊഴിലാളികളായ മനുഷ്യർ പണി ചെയ്തതിനു ശേഷം തിരിച്ച് ക്ഷീണിതരായി വന്ന ഒരു കുടം വെള്ളത്തിൽ പരിശോധിച്ചാൽ 2.5 കോടിയോളം രൂപ ഏറ്റവും കുറഞ്ഞത് നടത്തി അവിടെ വാട്ടർ അതോറിറ്റികൾ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പണം കൊടുത്തത്. പ്രത്യേകമായി ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് ഇവിടെ ഏറ്റവും അവസാനം ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇപ്പോ ഏറ്റവും അവസാനം വലിയതോട് ഒലിപ്പുറം റോഡിന് വേണ്ടി 19,24,000 രൂപ ജില്ലാ പഞ്ചായത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തു കഴിയുന്ന വിധം ആ പണം ജില്ലാ പഞ്ചായത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നില്ല. ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന മിനി സുനിലായാലും അതിനു മുമ്പ് ആദ്യകാലത്ത് പ്രവർത്തിച്ച ശ്രീമതി JV ബിന്ദുവായാലും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി, ഈ നാടിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടിയുള്ള അക്ഷീണം പരിശ്രമത്തിന്റെ ഭാഗമായി ഈ നാടിന്റെ പദ്ധതികൾ ജനകീയ സുതാര്യതയോടുകൂടി നടപ്പിലാക്കുവാൻ സംശുദ്ധമായ സ്വാഭാവികമായ മുന്നോട്ട് പോക്കിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകണം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഭരണ തുടർച്ചയ്ക്ക് ആവശ്യമായ പ്രവർത്തനം നമ്മുടെ ഈ തരത്തിൽ നമ്മുടെ നാടിനെ മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ നാടിന്റെ മുന്നോട്ടുള്ള പോക്കിൽ അതിൽ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഉള്ള ഓർമ്മിക്കുവാനും നമുക്ക് മുന്നോട്ട് പോകുവാനും കഴിയുന്ന വിധം ആ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വികസന സദസ്സ് സംഘടിപ്പിച്ച ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ ചടയോരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിലും വൈസ് പ്രസിഡന്റ് രാജു അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ അതിന് സ്വാഭാവികമായി സഹായകരമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മുടെ പോസിറ്റീവായ എനർജിയോടുകൂടി നല്ലതിനോട് സ്വാഭാവികമായും നല്ലതും നന്മയും വരുവാൻ കഴിയുന്ന വിധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിന്റെ തുടർന്നുള്ള നാളുകൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന് നിക്ഷിപ്തമായ കഴിയുന്ന വിധം ഈ പറയുന്ന ആ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വീടുകൾ കിട്ടിയിട്ടുള്ള ആ പ്രിയപ്പെട്ടവർക്ക് അതിന്റെ ആദ്യ ഗഡു വിതരണം ചെയ്യുന്ന ചടങ്ങ് കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ലൈഫ് മിഷന്റെ ആദ്യ ഗഡു വിതരണമാണ്. വിതരണം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാമ്പ്ര ഡാനിയൽ അവരെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തിരിഞ്ഞേക്ക് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രഖ്യാപനവും രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹരി വി നായർ. ദീർഘമായി കാര്യങ്ങൾ ഇനിയും പറയേണ്ടതില്ല. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മുതൽ അവസാനം സംസാരിച്ച അഡ്വക്കേറ്റ് സാമ്പ്ര ആരും തന്നെ പോകരുത്. ഉച്ചഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്. അതോടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സദസ്സിലിരിക്കുന്നവർ പോകാവൂ. സാമ്പ്രദായികളടക്കമുള്ളവരെല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റി സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത, ഇന്ന് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി
ക്യാൻസർ രോഗികൾക്ക് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴേക്കുള്ള വാഹനങ്ങൾ സൗജന്യ യാത്ര കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ പാവപ്പെട്ടവരോടുള്ള കൂറ് വിളിച്ചറിയിക്കുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന സ്വപ്നം നടപ്പിലാക്കണം എന്ന് നിശ്ചയിക്കപ്പെടുകയാണ്. അത് കേവലം പ്രഖ്യാപനമല്ല. അതിവിടെ ഇനി സൂചിപ്പിച്ച കണക്ക് അത് പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് നവംബർ 1-ാം തീയതി കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത കേരളം പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ലൈഫ് മിഷനിലൂടെ ഇവിടെ ഏറ്റവും അവസാനം നടന്ന ചടങ്ങ് പൂർത്തീകരിച്ച ആ ലൈഫ് മിഷനിലൂടെ വീട് അനുവദിക്കപ്പെട്ടവർക്കുള്ള ആദ്യ വീടുകളുടെ വിതരണമായിരുന്നു. ഒരു വലിയ താക്കോലും ഇനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന പൂർത്തീകരിച്ച വീടുകൾക്ക് കൊടുക്കുവാനുള്ള താക്കോലാണ്. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ പണം കൊടുത്ത് നടപ്പിലാക്കിയ ഏറ്റവും സുപ്രധാനമായ പ്രവർത്തനമാണ്. എത്രയേറെ വിമർശനം ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടായി. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇത് ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിൽ പ്രാവർത്തികമാക്കിയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും മുഖം മറച്ച് മാസ്ക് ധരിച്ച് കേരളത്തിൽ വോട്ട് പിടിക്കാൻ പോയ ഒരു അത്യപൂർവമായ കാഴ്ചയായിരുന്നു. പേടിയോടുകൂടിയാണ് ആൾക്കാരെ സമീപിക്കുന്നത്. കെട്ടിപ്പിടുത്തങ്ങളില്ല, കൈകൊടുപ്പില്ല, മറ്റൊന്നുമില്ല, തൊഴുവൽ മാത്രമായി. കാരണം കോവിഡിന്റെ കാലത്താണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ കോവിഡിന്റെ കാലത്ത് കേരളത്തിനെ ചേർത്ത് നിർത്തി സംരക്ഷിച്ച് നമ്മളെ ജീവനടക്കം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ പൊതുജന ആരോഗ്യ രംഗത്തെ മികവാണ്. ആ മികവ് ഇപ്പോഴും തുടരുന്നുവെന്ന് മാത്രമല്ല, കൂടുതൽ കരുതലോടുകൂടി, കൂടുതൽ കരുത്തോടുകൂടി ആ മേഖലയെ നിലനിർത്തി, ആ മേഖലയെ കണ്ടുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. സർക്കാർ ആശുപത്രികൾ ഇപ്പോൾ ആശ്രയിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളായി, ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്ന കേന്ദ്രങ്ങളായി സർക്കാർ ആശുപത്രികൾ മാറുന്നു. വിദ്യാഭ്യാസ മേഖലയോട് സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയേറെ നേട്ടം ഉണ്ടാക്കിയ ഒരു കാലം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായില്ല. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഭൗതിക സാഹചര്യമുള്ള വർധനവ്, നമ്മുടെ എല്ലാം കുട്ടികൾ മികച്ച വിദ്യാഭ്യാസം ലഭിച്ചുകൊണ്ട് ഉത്തമരായ പൗരന്മാരായി നാളെ മാറണമെന്ന കാഴ്ചപ്പാടോടുകൂടി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് ഗവൺമെന്റ് പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഗവൺമെന്റ്. ഞാനെല്ലാം പറഞ്ഞു പോകുന്നു. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നമ്മുടെ കൈകളിലേക്ക് ക്ഷേമ പെൻഷനുകൾ എത്തുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. മുടക്കമില്ല ക്ഷേമ പെൻഷനുകൾ നമ്മുടെ കൈകളിലേക്ക് എത്തുകയാണ്. കേവലം 600 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 1600 രൂപയായി വർദ്ധിപ്പിച്ചു. അത് കൃത്യമായി നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതിന്റെ വികസനത്തിന്റെ താഴേക്കുള്ള ആ പ്രവർത്തനങ്ങളാണ് മിനി ഇവിടെ സൂചിപ്പിച്ചത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി. അത്രയേറെ വികസന പ്രവർത്തനം താഴെത്തട്ടിൽ സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഈ ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ്. ചടയമംഗല ഗ്രാമപഞ്ചായത്തിനെ നടപ്പിലാക്കിയ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സിന് നമ്മുടെ എല്ലാം കൈകളിലിരിക്കുന്നു. ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം. ക്ഷേമ പ്രവർത്തനങ്ങൾ